നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 22, വെള്ളി, ധനു 6. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ജമ്മു കശ്മീർ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ തെരച്ചിൽ ശക്തം. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു. ആക്രമണത്തിൽ ആകെ 4 സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. വനമേഖലയിൽ വ്യോമസേനയുടെ സഹായത്തോടെയാണ് തെരച്ചിൽ. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇന്നലെ തുടങ്ങിയ ഏറ്റുമുട്ടലാണ്. മേഖലയിൽ എങ്ങനെയാണ് സൈനിക നടപടി പുരോഗമിക്കുന്നത്? ജമ്മുകശ്മീർ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പരിക്കേറ്റ ഒരു സൈനികനെ കൂടി വീരമൃത്യു വരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് രാവിലെ വരുന്നത്. ആക്രമണത്തിലാകെ 4 സൈനികർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായത്. വനമേഖലയിൽ വ്യോമസേനയുടെ സഹായത്തോടെയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. ഒരു സൈനികന് കൂടി വീരമൃത്യു തുടങ്ങിയ വാർത്തകളും വരുന്നുണ്ട്. 4 സൈനികർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തന്നെ വലിയൊരു സംഘം സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും സൈനിക നടപടി അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യോമസേനയുടെ സഹായം കൂടെ ഈ തെരച്ചിലിനുണ്ട്. ഏറ്റുമുട്ടലിൽ ഇതുവരെ 4 സൈനികർക്ക് വീരമൃത്യു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിശദാംശങ്ങൾ. ഈ ഭീകരാക്രമണം ഉണ്ടായ മേഖലകളിൽ ഇന്നലെ വിവിധ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത്. രജൌരിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 2ാമത്തെ ഭീകരാക്രമണമാണ് ഈ വിധത്തിൽ നടക്കുന്നത്. കൂടുതൽ ഭീകരർ ഈ മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ സംയുക്ത സേനയുടെ പക്കലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചില് പുരോഗമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് മുന്നിലുള്ളത് ഈ വനമേഖലയിലേക്ക് ഇവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വനമേഖലയിലാണ് കടന്നിരിക്കുന്നത്. ജമ്മുകശ്മീർ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു. ഇപ്പോൾ ആക്രമണത്തിൽ ആകെ 4 സൈനികർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വനമേഖലയിൽ വിവിധ സംഘങ്ങളായി തിരഞ്ഞ് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരായ മറിയക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിഷയത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനെ വിമർശിച്ചിരുന്നു. ജൂലൈ മുതലുള്ള 5 മാസത്തെ പെൻഷനാണ് മറിയക്കുട്ടിക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത്. ഈ കുടിശ്ശിക എപ്പോൾ നൽകാനാകുമെന്ന കാര്യത്തിൽ സർക്കാർ ഇന്ന് കോടതിയിൽ മറുപടി കൊടുക്കും. സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നായിരുന്നു സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചത്. ഏപ്രിൽ മുതൽ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നില്ല. ഇത് ഇരട്ടി ഭാരമുണ്ടാക്കുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പെൻഷൻ വിഹിതം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും വിശദീകരണം നൽകും. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂവെന്ന കർശന നിലപാടാണ് ഹൈക്കോടതിയുടേത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ തടഞ്ഞ SFIക്കെതിരെ ഗവർണർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് വിജു എബ്രഹാം അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. SFIയുടെ കോടതിയലക്ഷ്യ നടപടി ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ നിയമ നടപടിക്ക് ഒരുങ്ങിയത്. അതിനിടെ പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങളെ തടയാൻ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് കൂട്ടുനിന്നെന്നാരോപിച്ച് ABVP പ്രവർത്തകർ ഇന്ന് വൈസ് ചാൻസലറെ ഉപരോധിക്കും. KSUവിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ CITU പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ്. നന്ദൻകോട് സ്വദേശി വിഷ്ണുവിന്റെ പേരിലാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 10ഓളം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയും കേസിൽ പ്രതി ചേർക്കും. അന്യായമായി സംഘം ചേരൽ, കലാപശ്രമം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം കരവാരം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. AV ജയശങ്കർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ്. അതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ സ്ഥലത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കീർത്തന, വലിയ ആക്രമണമാണ് പ്രവർത്തകന്റെ വീടിന് നേരെ ഉണ്ടായതെന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കരിവാരം പഞ്ചായത്തിൽ ഇന്ന് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീടിന് നേരെ 100ഓളം അധികം പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പുതിയ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഒപ്പം ഇദ്ദേഹത്തിന്റെ മാതാവിനെയും ഒപ്പം 1 വയസ്സുള്ള മകനെയും ഈ CPM പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇവർക്ക് ചെറിയ തോതിലുള്ള പരിക്കുകളുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന്റെ പ്രതിഷേധമായാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. പോലീസ് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു എന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഈ കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. വൈകുന്നേരം വലിയ തോതിലുള്ള പ്രതിഷേധം പഞ്ചായത്തിൽ നടക്കും. പന്തം കൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ ആലോചിക്കുന്നു. എന്തായാലും സ്ഥലത്ത് വലിയ സംഘർഷ സാധ്യതയാണ് നിലനിൽക്കുന്നത്. പോലീസ് ഉൾപ്പെടെ വലിയ ജാഗ്രതയോടാണ് നിൽക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച പറ്റിയെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹേലിന്റെ വീടിന് നേരെ വലിയൊരു ആക്രമണം ഉണ്ടായി എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. നവകേരള സദസ്സ് തലസ്ഥാനത്തെത്തിയതിനു ശേഷം ഇന്നലെ രാത്രിയുണ്ടായ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കരവാരം പഞ്ചായത്തിൽ ഹർത്താലിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എ വി ജയശങ്കറാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്നു. അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല നിയോജക മണ്ഡലങ്ങളാണ് ഇന്നത്തെ പര്യടനം. കാട്ടാക്കട തൂങ്ങാമ്പാറ കാളിദാസ് ഓഡിറ്റോറിയത്തിലാണ് ഇന്നത്തെ പ്രഭാത യോഗം. വിവിധ സ്ഥലങ്ങളിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. പലയിടങ്ങളിലും പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം എന്ന നിലയിലേക്ക് വഴിമാറിയിരുന്നു. പ്രതിപക്ഷ നേതാവ് കലാപാഹ്വാനം നടത്തുന്നുവെന്നാണ് മന്ത്രിമാരുടെ ആരോപണം. നവകേരള സദസ്സ് നാളെ സമാപിക്കും. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, നവകേരള സദസ്സ് നാളെ സമാപിക്കാനിരിക്കെയാണ് ഇന്നത്തെ പര്യടനം തുടരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണോ ഇന്നും വിന്യസിച്ചിരിക്കുന്നത്? കീർത്തന, ഒരു സംഭവബഹുലമായ രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും. അത് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് മുതൽ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, അതങ്ങനെ വളർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. അതിനൊടുവിൽ ഇന്ന് അത് ഏറെക്കുറെ അതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. നാളെയോടുകൂടി അത് ഔദ്യോഗികമായി സമാപിക്കുകയും ചെയ്യും. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ 4 ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത് എന്നത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒരു മാർച്ചോ മറ്റ് പ്രതിഷേധമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്ക് വിന്യസിക്കാൻ കഴിയും എന്നുള്ളത് കൂടി പോലീസിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതേസമയം UDFന്റെ ഒരു രാജ്ഭവൻ മാർച്ച് ഉണ്ട് താനും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഒരു ശക്തമായ സുരക്ഷാ സന്നാഹം പോലീസിന് അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംഘർഷത്തെ പിടിച്ചു നിർത്താൻ പോലീസിന്റെ എണ്ണക്കുറവ് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇന്ന് അതുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നാളെ സമാപിക്കുന്ന ഏറ്റവും അവസാന ദിവസം DGP ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ ഒരു വലിയ മാർച്ച് നടത്തുന്നുമുണ്ട്. കെ സുധാകരൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇന്നലെ KSUവിന്റെ മാർച്ചിന് നേരെ നടന്ന സംഘർഷത്തിന്റെ മറുപടി 23-ന് തരാമെന്നാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ആശ്വാസമായ ഒരു ദിവസം ഇന്നാണ്. അതേസമയം സംഘർഷങ്ങൾക്കൊട്ടും കുറവുണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ഇന്ന് പര്യടനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ അത് യൂത്ത് കോൺഗ്രസിന്റെ കൂടി ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെയും കരിങ്കൊടി കാണിക്കും എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ DYFIയും ഈ പ്രതിരോധത്തിന് രംഗത്തിറങ്ങിയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ കണ്ടതുപോലെ ഒരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകും. അതേസമയം നവകേരള സദസ്സിലേക്ക് തിരികെ വരികയാണെങ്കിൽ നവകേരള സദസ്സ് അത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ ഒരു വേദിയായി കൂടി മാറുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനത്തിലൂടെയും മറ്റ് സമരങ്ങളിലൂടെയും പറയുന്ന ആരോപണങ്ങൾക്ക് മന്ത്രിമാർ തന്നെ സദസ്സിൽ വേദിയിൽ മറുപടി പറയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ദിവസവും. പ്രത്യേകിച്ചും അവസാന ദിവസത്തേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസിനെയും മറ്റ് നേതാക്കളെയും മാറ്റി പ്രതിപക്ഷ നേതാവിനെ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആക്രമണമാണ് ഈ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നടത്തുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഓരോ ദിവസവും നടത്തുന്നത്. അതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ സമരത്തിൽ നടന്ന ആക്രമണം. അത് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ്. പ്രതിപക്ഷ നേതാവ് കലാപാഹ്വാനം നടത്തുന്നു എന്നതുൾപ്പെടെയുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചത്. അതിന് മറുപടി എന്നോണം പ്രതിപക്ഷ നേതാവും ഒപ്പം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പോലീസിനെ കൊണ്ട് ഇത്തരത്തിൽ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ വഴിതിരിച്ചു വിടുന്നത് എന്നുള്ളൊരു ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അത് കുറച്ചുകൂടി മൂർച്ചയേറിയ വാക്പോരുകളിലേക്കായിരിക്കും കടക്കുക. കീർത്തന. അതെ, നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ തുടരുകയാണ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഇന്നും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ നവകേരള സദസ്സ് സമാപിക്കും. സലീം മാലിക്കാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി റുവൈസ് നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഷഹനയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് റുവൈസിന് അറിയാമായിരുന്നു. ഷഹനയുടെ വീട്ടിൽ റുവൈസിന്റെ കുടുംബം എത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് സാക്ഷികളുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പ് പരിശോധിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. റുവൈസിന് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. സുപ്രധാന ബില്ലുകൾ പാസാക്കി പാർലമെന്റ് ഇന്നത്തെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളും ലോക്സഭ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബില്ലും പാസാക്കി. സമ്മേളനം അവസാനിച്ച സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചരണങ്ങൾക്ക് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തുടക്കം കുറിക്കും. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1898 ക്രിമിനൽ നടപടി ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ടാണ് പുതിയ നിയമനിർമ്മാണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി നിയമങ്ങൾ രാജ്യത്തിന് പുതിയ സുരക്ഷാ സങ്കല്പവും സമയബന്ധിത നീതി നിർവഹണവും ലഭ്യമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. और मैं मानता हूँ ये अधिकार न्याय के हित में जरूरी है, तो इतने केस के अंदर हमने न्यायाधीशों को अधिकार दिया है मान्यवर. പുതിയ ബില്ലുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് 3 മുതൽ 14 ദിവസം വരെ എടുക്കാവൂ. 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രാഥമിക അന്വേഷണം 14 ദിവസത്തിനകം പൂർത്തിയാക്കണം. കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ 3 ദിവസത്തിനകം FIR ഫയൽ ചെയ്യണം. ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷയാണ് വ്യവസ്ഥ. इतने सालों के बाद, आजादी के 75 सालों के बाद भारतीयों द्वारा बनाया गया है, भारतीयों के लिए बनाया गया है और भारत की संसद के द्वारा बनाया. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന ഭേദഗതി ബില്ലും ലോക്സഭ ഇന്നലെ പാസാക്കി. മാർച്ച് മാസത്തിലെ സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ലക്ഷ്യം. ക്രിമിനൽ നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്ന പുതിയ 3 ബില്ലുകൾ പാസാക്കിയത് ചരിത്ര നിമിഷമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 24 ഡൽഹി. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തിന്മേൽ UN രക്ഷാസമിതിയിൽ ഇന്ന് വോട്ടെടുപ്പുണ്ടായേക്കും. വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകൾ ആരംഭിച്ചു. അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നിരവധി തവണ വോട്ടെടുപ്പ് മാറ്റിവെച്ചിരുന്നു. അതിനിടെ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ബന്ദികളെ വിട്ടയക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി കെയ്റോയിൽ തുടരുന്നതിനിടെയാണ് പരാമർശം. ഹമാസിനെ തുടച്ചു നീക്കുന്നതിന് മുൻപ് വെടിനിർത്തുന്നത് പരാജയമാകുമെന്ന് ഇസ്രയേൽ സുരക്ഷാ മന്ത്രി വ്യക്തമാക്കി. ഹമാസ് നേതാക്കളുടെ വീടുകളിലേക്ക് നീങ്ങുന്ന തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. യുദ്ധം തുടരുകയാണെങ്കിൽ ഗസയിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ കടുത്ത ക്ഷാമമുണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. റഫേലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ സൈനികരുടെ കുടുംബാംഗങ്ങളുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. തൃശൂർ കടങ്ങോട് പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൂട്ടമായി നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. പന്നിയെ വെടിവെച്ചു കൊല്ലാൻ ആളെ കിട്ടാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. വെള്ളറക്കാട് ആദൂർ പ്രദേശത്താണ് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിനാശം വിതച്ചത്. ആദൂർ പാടശേഖരത്തിലെ കതിരിടാറായ നെൽച്ചെടികൾ കുത്തിമറിച്ചിട്ടു. വെള്ളറക്കാട് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചത്. നെല്ലിനു പുറമെ മറ്റു വിളകളും വൻതോതിൽ നശിപ്പിക്കുന്നുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിലെ വാഴകളും ചേമ്പും ചേനയും കപ്പയും വ്യാപകമായി നശിച്ചു. 1 മാസത്തിനുള്ളിൽ പല ദിവസങ്ങളിലായി 300-ലധികം വാഴത്തൈകളാണ് പന്നികൾ കുത്തി നശിപ്പിച്ചത്. അപ്പൊ അത് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ നടുന്നത്. നട്ട് കുറച്ച് കഴിഞ്ഞ് പിറ്റേന്ന് വന്നാലും അതെടുത്ത് പറിച്ചിട്ടുണ്ടാവും. കർഷകരുടെ വാഴ, ചക്രക്കിഴങ്ങ്, കൊള്ളി, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഞാനൊക്കെ ഉപേക്ഷിച്ചു. തരിശു ഭൂമികളൊക്കെ എടുക്കുന്നുണ്ട്, ആ കൃഷികളൊക്കെ ഉപേക്ഷിച്ചു ഇത്രയും പന്നികളുടെ ശല്യം കാരണം. പഞ്ചായത്തിൽ പരാതിപ്പെട്ടെങ്കിലും പന്നിശല്യം തടയുവാനുള്ള നടപടികളായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എത്രയും വേഗം പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷക സംഘടനാ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതേസമയം പന്നിയെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് നടപടി വൈകാൻ ഇടയാക്കുന്നതെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിശദീകരിക്കുന്നത്. പലരെയും വിളിച്ച് നമ്മൾ പഞ്ചായത്തിൽ വരുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ ഒന്നും ലൈസൻസ് പുതുക്കി കിട്ടാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ലൈസൻസ് ഉള്ളവരെ കൊണ്ടാണ് പഞ്ചായത്തിൽ അത് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തത്. ഷൂട്ടർമാരുടെ പട്ടിക വനം വകുപ്പിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പലരും വിദേശത്താണ്. മറ്റുള്ളവരുടെ തോക്കിന് അധികൃതർ ലൈസൻസും പുതുക്കി നൽകിയിട്ടില്ല. 24 തൃശൂർ.
കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല കുടിൽ കെട്ടിയുള്ള സമരം 15 ദിവസം പിന്നിട്ടു. ഇന്ന് ലേബർ കമ്മീഷണർ വിളിച്ച ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ. സംയുക്ത തൊഴിലാളി യൂണിയന്റെ സമരത്തിൽ വയനാട് കളക്ടർ ഇടപെട്ടതോടെയാണ് ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 200-ലധികം തൊഴിലാളികളാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 3 മാസത്തോളമായി സമരം നടത്തുന്നത്. തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക എന്നതാണ് പ്രധാന ആവശ്യം. 2 ആഴ്ചയിലേറെയായി കുടിൽ കെട്ടി സമരം നടത്തുകയാണ് തൊഴിലാളികൾ. ഈ സമരം ഏതെങ്കിലും താൽക്കാലികമായ ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല. തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങളെല്ലാം ശരിയായ വിധം പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ. 20 വർഷത്തെ ബോണസ് നൽകുക, സർവീസിൽ നിന്ന് പിരിഞ്ഞ 100-ലധികം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി തുക നൽകുക, തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത PF വിഹിതം പ്രോവിഡന്റ് ഫണ്ട് ബോർഡിൽ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ലാത്ത തരത്തിൽ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. 2015 മുതലുള്ള PF തൊഴിലാളികളിൽ നിന്ന് പിടിച്ചതും മാനേജ്മെന്റ് ഇതും അടച്ചിട്ടില്ല. അത് തന്നെ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ അരിയേഴ്സ് ഉൾപ്പെടെ വരുന്ന ഇതാണ് PFുമായി ബന്ധപ്പെട്ട്. ഉടമകളും തൊഴിലാളികളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടും പ്രശ്നത്തിൽ ആരും ഇടപെടുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംയുക്ത തൊഴിലാളി സമരസമിതിയുടെ തീരുമാനം. 24 വയനാട്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ പാലക്കാട്ടെ ജില്ലാ ആശുപത്രി ജീവനക്കാരുടെ കൂട്ടായ്മയിൽ മുഖം മിനുക്കുകയാണ്. കായകൽപ്പ പരിശോധനയിലെ മികവിനായി ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ജീവനക്കാർ എന്നിവർ ചേർന്നാണ് ആശുപത്രി കെട്ടിടം നവീകരിക്കാൻ മുൻകൈയെടുത്തത്. ഭൂരിഭാഗം ജീവനക്കാരും ശമ്പളത്തിന്റെ ഒരു വിഹിതം ഇതിനായി മാറ്റിവെച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് കായകൽപ്പ പരിശോധനയിൽ മികച്ചു നിൽക്കാൻ ജീവനക്കാരുടെ കരുത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആശുപത്രിയിലെ ജീവനക്കാർ തങ്ങളാൽ കഴിയുന്ന തുക സ്വരൂപിച്ചാണ് കെട്ടിടങ്ങൾക്ക് പെയിന്റ് അടിക്കുന്നത്. മിക്ക ജീവനക്കാരും ശമ്പളത്തിന്റെ ഒരു വിഹിതം ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. പെയിന്റിങ്ങിന് പുറമെ പൂന്തോട്ടത്തിന്റെ നിർമ്മാണവും ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പ്രധാന വാർഡുകളൊക്കെ ക്ലീനിങ്, പെയിന്റിങ് അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞു. പിന്നെ കട്ടില്, ബെഡ് അങ്ങനത്തതൊക്കെ ക്ലീനിങ് എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ബെഡ് കവറിടുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇവിടെ നിന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും. പിന്നെ കുറച്ച് പൈസയൊക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്ത് അങ്ങനെ ഉണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള കുറച്ച് സ്പോൺസർഷിപ്പും കിട്ടിയിട്ടുണ്ട്, പെയിൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ കുറച്ചൊക്കെ ആശുപത്രിയിലത്തെ മറ്റേ NHM അങ്ങനെയൊക്കെ കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് അതൊന്നും ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയുടെ ചുവരുകളിൽ ബോധവൽക്കരണ സന്ദേശങ്ങളും വരയ്ക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നാട്ടുകാരും ആശുപത്രി നവീകരണത്തിന് ജീവനക്കാർക്കൊപ്പമുണ്ട്. 24 പാലക്കാട്. ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. വാരാന്ത്യത്തിലേക്ക് കടന്നതോടെ ശബരിമലയിൽ ഭക്തരുടെ തിരക്ക്. ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ, കോളേജുകൾ കൂടി ഇന്ന് അടയ്ക്കുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ 1,00,000-ലധികം പേർ ദർശനം നടത്തി. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഇനി അവധിക്കാലമാണ്, തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കീർത്തന, തുടർച്ചയായ 4ാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. സന്നിധാനത്തെ ഫ്ലൈ ഓവറും ഒപ്പം തന്നെ 18ാം പടിക്ക് താഴെയുള്ള വലിയ നടപ്പന്തൽ നിറഞ്ഞു കവിഞ്ഞ ഭക്തർ നിൽക്കുകയാണ്. നിലവിൽ ഭക്തരുടെ നീണ്ട നിര മരക്കൂട്ടം വരെ നീണ്ടിട്ടുണ്ട്. സന്നിധാനം മുതൽ മരക്കൂട്ടം വരെയാണ് തീർത്ഥാടകരുടെ നീണ്ട നിരയുള്ളത്. ഇന്നലെ മാത്രം 95,326 പേരാണ് 18ാം പടി ചവിട്ടിയ ശേഷം ദർശനം നടത്തിയിട്ടുള്ളത്. 18ാം പടി ചവിട്ടാതെയുമുള്ള ആളുകൾ ദർശനം നടത്തുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ദിവസം ഇന്നലെ ഏതാണ്ട് 1,00,000-ലധികം ആളുകളാണ് ദർശനം നടത്തിയതായി കണക്കുകളിൽ പറയുന്നത്. പതിവ് പോലെ പമ്പയിൽ ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ ഇന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിൽ സന്നിധാനത്ത് ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ദർശനം നടത്തിയ ആളുകൾ വിരിവെച്ച് തങ്ങുകയാണ്. ഇവിടെ നിന്നും ആളുകൾ മലയിറങ്ങാതെ കൂടുതൽ ആളുകളെ കടത്തിവിടാൻ സാധിക്കില്ല എന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. രാഹുൽ സുരേഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊരുങ്ങി നാട്.
കോട്ടയംകാർക്ക് ക്രിസ്മസിന് പുൽക്കൂടൊരുക്കാൻ പാലക്കാട് നിന്നെത്തുന്ന കുറച്ച് ആളുകളുണ്ട്. മുളയും വൈക്കോലും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിലാണ് ഇവരുടെ പുൽക്കൂട് നിർമ്മാണം. കോട്ടയംകാർക്ക് ക്രിസ്മസിന് ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ മുളയും വൈക്കോലും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ നല്ല ചേലുള്ള പുൽക്കൂട് നിർമ്മിച്ച് നൽകുകയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശിയായ അറുമുഖനും കുടുംബവും. കഴിഞ്ഞ 3 വർഷമായി ക്രിസ്മസ് സീസണായാൽ ഇവർ കോട്ടയത്തെ പാതയോരങ്ങളിൽ സജീവമാണ്. ഇവിടെ ഈ പണി ചെയ്യുന്ന ആളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. അല്ല, നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ട് വരുന്നവർ നമ്മൾ ഈ കക്ഷി മുകളിൽ ഇതാക്കുന്നുണ്ട്. അവർക്ക് ഇത് ധാരാളം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നതാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ കൊട്ട നെയ്ത്താണ്, ഈ പച്ചക്കറി കൊട്ട നെയ്തുന്നത്. ₹250 മുതൽ ₹600 വരെ വിലയുള്ള പല വലുപ്പത്തിലുള്ള പുൽക്കൂടുകളാണ് തയ്യാറാക്കുന്നത്. തനത് ശൈലിയിൽ നിർമ്മിച്ചു നൽകുന്നതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ക്രിസ്മസിന്റെ തലേ ദിവസം വരെ പുൽക്കൂട് നിർമ്മാണം തുടരും. 24 കോട്ടയം. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.